ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ വാദം പുരോഗമിച്ചു വരുന്നത്? ദിവ്യ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതായത് വോട്ടർ പട്ടികയിലെ സമൂലമായ മാറ്റം ബീഹാറിൽ നടപ്പിലാക്കുന്നതിനെതിരെയാണ് 7ഓളം ഹർജികൾ സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതിൽ എന്താണ് തെറ്റെന്നാണ് ഹർജിക്കാരോട് ആദ്യം ചോദിച്ചതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചില വിമർശനങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആധാർ കാർഡ് മാനദണ്ഡമാക്കാത്തതിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുന്നുവെന്നാണ് സുപ്രീം കോടതിയിൽ ഹർജിക്കാർ വാദിക്കുന്നത്. വോട്ടർമാർക്ക് കൂടുതൽ സമയം നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പ്രധാനമായിട്ടും കമ്മീഷനോട് ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ പൗരൻ ആരൊക്കെ എന്ന് തീരുമാനിക്കേണ്ടത് കമ്മീഷൻ അല്ലെന്നും കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നടപടി നിർത്തലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നോട്ടീസ് അയക്കണമെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നതെന്നും നിയമത്തിന് അനുസൃതമായി കമ്മീഷൻ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ യോഗ്യത തെളിയിക്കാനുള്ള രേഖകളിൽ 11 രേഖകളിൽ ആധാർ കാർഡോ വോട്ടർ ഐഡിയോ അതുപോലെ തന്നെ റേഷൻ കാർഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിലെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത്? ദിവ്യ, അതുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ്, അതായത് ഈ പൗരത്വം തെളിയിക്കുന്നതിന് ആധാർ കാർഡ് മാനദണ്ഡമല്ലെന്ന നേരത്തെയുള്ള സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതായത് നമുക്ക് മനസ്സിലാകുന്നത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നോട്ടിരാൻ തന്നെയാണ്. അതായത് വോട്ടർമാർ 4 കോടിയിലധികം വോട്ടർമാർ ഈ പുതിയ ഇന്റൻസീവ് റിവിഷനിലൂടെ പുറത്താകുമെന്ന് ഉള്ള വലിയ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇത് കൃത്യമായി നൽകണം. അതായത് ആധാർ കാർഡിന് ഉപരിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന രേഖകൾ അത് നൽകിയെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിലേക്ക് നിങ്ങൾ ഉൾപ്പെടുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ആവർത്തിക്കുന്നത്. അത് മാനദണ്ഡം അനുസരിച്ച് വേണം, അല്ലെങ്കിൽ നിയമത്തിന് അനുസൃതമായി വേണം എന്നുള്ള ഹർജിക്കാരുടെ വാദങ്ങളെ അല്ലെങ്കിൽ ഹർജിക്കാരുടെ ആവശ്യങ്ങളെ തള്ളുകയാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടാവുന്ന നടപടികൾ. ദിവ്യ, അതോടൊപ്പം സജു, ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുമ്പോൾ ഇവിടെ ബീഹാറിൽ നടക്കുന്നത് പൗരത്വം തെളിയിക്കുക തന്നെയാണെന്ന് സമ്മതിക്കുകൂടിയല്ലേ? തീർച്ചയായിട്ടും. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് പൗരത്വ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ പൗരത്വ ഭേദഗതി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെ അടിവരയിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ. ആധാറും തെരഞ്ഞെടുപ്പ് അതായത് തിരിച്ചറിയൽ കാർഡും ഒഴിവാക്കിയതാണ് പ്രധാന പ്രശ്നമെന്ന് ഹർജിക്കാർ ഉന്നയിച്ചിട്ട് പോലും അതിന്മേൽ കൃത്യതയോടുകൂടി ചില വാദങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് വെക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ മുൻപേ ഉള്ള വിധിന്യായങ്ങളിൽ ആധാർ കാർഡ് ഒന്നിനും ആധാരമല്ലെന്നും അത് കൃത്യമായി പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ അല്ലെന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ വാദം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സമാനമായി തന്നെ മുൻപ് ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഈ പൗരത്വം തെളിയിക്കുന്നതിന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഇപ്പോൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള വാദത്തിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ വാദം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ചില വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും വാദം പുരോഗമിക്കുകയാണ്. അതായത് ആധാർ കാർഡ് ഹാജരാക്കേണ്ട ആവശ്യമില്ല, അതൊരു രേഖയായിട്ട് പരിഗണിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദിവ്യ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെയുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചു വരുന്നത്. വാദം പുരോഗമിച്ചു വരികയാണ്. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.